അപ്പം രമേശ് എന്തായാലും ക്വാളിഫൈഡ് ആണ് എന്നുള്ളത് ആണ് ഈ ഇത്തരം ചർച്ചകളിൽ പേര് പൊന്തി വരുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം. ആയിരിക്കുമല്ലോ, ഇല്ലാതെ പാർട്ടി അങ്ങനെ പറയില്ലല്ലോ. രമേശ് മത്സരിക്കുന്നതിൽ ഈ കേരളത്തിലെ ഈ ബി ജെ പിയുടെ ഒരു ഓർഗനൈസേഷണൽ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മുൻകാല അധ്യക്ഷന്മാർ ഇപ്പോഴും കേരളത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു പാർട്ടിയായിരിക്കും. മുരളീധരൻ, ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, CKP തുടങ്ങിയ ആളുകൾ. അപ്പം ഇത്തരം പാസ്റ്റ് പ്രസിഡൻസ്, മുന്നേ പോയ അധ്യക്ഷന്മാർ, അവരെ പാർട്ടി പൂർണ്ണമായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അവരുടെ? തീർച്ചയായിട്ടും. കാരണം ഒന്നീ അധികം മുൻ പ്രസിഡന്റുമാരുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം BJPക്ക് ഒരു പെർട്ടിക്കുലർ കാലഘട്ടത്തിലെ പ്രസിഡൻ്റാകാൻ പറ്റുള്ളൂ. CPM-നെ പോലെ 20 കൊല്ലമൊന്നും ഒരാൾക്ക് സെക്രട്ടറി ആകാൻ BJPക്ക് അകത്ത് പറ്റില്ല. ഞങ്ങൾക്ക് 3 വർഷം ആണ്, 3 വർഷം ഉള്ള 2 ടേം എന്ന് പറഞ്ഞാൽ പരമാവധി ഒരാൾക്ക് BJPയിൽ പ്രസിഡന്റ് ആകാൻ സാധിക്കുന്നത് 6 വർഷമാണ്. 6 വർഷം കഴിഞ്ഞാൽ അയാൾ മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ എൻ്റെ സമപ്രായമുള്ള ഒരാളാണ്, പക്ഷേ അയാൾ മുൻ പ്രസിഡൻ്റായി, 6 വർഷം പ്രസിഡൻ്റായി, മുൻ പ്രസിഡൻ്റായി. അപ്പോൾ മുൻ പ്രസിഡന്റുമാർ കൂടും, സ്വാഭാവികമാണ്, മുൻ പ്രസിഡന്റുമാർ കൂടും. ആ മുൻ പ്രസിഡന്റുമാർക്കൊക്കെ നമുക്ക് കേരളത്തിൽ സംഘടനാ പ്രവർത്തനം നടത്താനുള്ള സ്പേസ് ഉണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം അവർ കൂടെ ഉൾപ്പെട്ട സംസ്ഥാന കോർ ഗ്രൂപ്പാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അത് സംഘടനാപരമാവട്ടെ രാഷ്ട്രീയമാവട്ടെ. ഒരു ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് അവിടെയാണ്. എല്ലാ പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് നടക്കുക, രാഷ്ട്രീയമായ തീരുമാനമെടുക്കുക, ഇതെല്ലാം സംസ്ഥാന കോർ ഗ്രൂപ്പിലാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അവർ വളരെ സജീവമാണ് കേരളത്തിൽ. അത്തരം പ്രശ്നങ്ങളൊന്നും, കാരണം അവർക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ MLA-മാരും മന്ത്രിമാരും ഒക്കെ ആയിട്ട് പല മേഖലയിൽ അത് ഡീസെൻട്രലൈസ് പോകും. കേരളത്തിൽ അങ്ങനെയില്ല. കേരളത്തിലെ എല്ലാ മുൻ പ്രസിഡന്റുമാരും പാർട്ടി സംഘടനാ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴില്ല. പക്ഷേ ഈ വ്യക്തികൾ, ഇവർ അടിസ്ഥാനപരമായ വ്യക്തികൾ തന്നെയാണ്, രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഗ്രോത്ത്, പൊളിറ്റിക്കൽ ഗ്രോത്ത്, ഓർഗനൈസേഷണൽ ഗ്രോത്ത്, പാർലമെൻ്ററി ഗ്രോത്ത്, അതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ തീർത്തും മരവിച്ചു പോകുന്നുണ്ട്. ഒരിക്കലുമില്ല. കേരളത്തിലെ മുൻ പ്രസിഡന്റുമാരൊക്കെ എപ്പോഴും മത്സരിക്കുകയല്ലേ. ജയിക്കാത്തത് പിന്നെ ആരുടെയും കുറ്റമല്ലല്ലോ. എല്ലാ മുൻ പ്രസിഡന്റുമാരും ഇപ്പോഴും മത്സരിക്കുകയാണ്. ആരെയും നമ്മൾ മത്സരിക്കാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ചില ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരെയും നമ്മൾ മത്സരിപ്പിക്കുകയാണ്. അതല്ല, ഞാൻ രാജേട്ടൻ്റെ കാര്യം എത്ര കാലം കഴിഞ്ഞിട്ട് രാജേട്ടൻ ജയിച്ചത്. ഇപ്പോഴും മുരളീധരൻ മത്സരിക്കുകയാണ്, VK കൃഷ്ണദാസ് മത്സരിക്കുകയാണ്, സുരേന്ദ്രൻ മത്സരിക്കുകയാണ്, ശ്രീധരൻപിള്ള സാറ് ഗവർണറായി പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ മത്സരിച്ചിരുന്നു, കുമ്മനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. എല്ലാ മുൻ പ്രസിഡന്റുമാരും ഇത്തവണ ഉണ്ടാവും. രാജേട്ടൻ്റെയൊക്കെ പേരുണ്ട്. വ്യക്തിപരമായി രാജേട്ടൻ വില്ലിങ് എല്ലാം തോന്നുന്നു, പക്ഷേ പേരുണ്ട്. ഇതിപ്പോൾ കേന്ദ്ര പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്താ തീരുമാനിക്കുന്നത്, നമ്മൾ ഇവിടുന്ന് അയച്ച പേരും രാജേട്ടൻ്റെ പേരൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഗവർണറായി പോവുക എന്ന് പറഞ്ഞ ഒരു തരത്തിലും ഒരു വലിയ ഗ്രോത്താണ്. ഗ്രോത്ത് എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു പദവിയിലേക്ക് വളരുകയാണ്. അപ്പോൾ ഗവർണറായി പോവുക അല്ലെങ്കിൽ രാഷ്ട്രപതിയായി പോവുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു ഗ്രോത്തിൻ്റെ ഏറ്റവും അവസാനം. അങ്ങനെ ഒരിക്കൽ ഗവർണറായിരുന്നവർ പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതങ്ങനെ ഒരു ഗുണകരമായ നമുക്ക് അനുകരണീയമാണോ? അതൊക്കെ സാഹചര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ്. കേരളത്തിൽ അങ്ങനെ പലരും വന്നിട്ടുണ്ട്. ഗവർണറായി പോയി വീണ്ടും തിരിച്ചു വന്ന് ഗവർണറായിട്ടുള്ള ആളുകൾ കേരളത്തിലും MLA-മാരെ മത്സരിച്ച് കേരളത്തിലുമുണ്ട്, കേരളത്തിന് വെളിയിലൊക്കെ ധാരാളമുണ്ട്. കാരണം പ്രായത്തിൻ്റെ കൂടെ പ്രശ്നമാണ്. അപ്പോൾ സാധാരണ ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു 70 വയസ്സ് കഴിഞ്ഞ് 70-75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെയാണ് ഗവർണർമാരാകുക. പിന്നെ അവരൊരു 6 വർഷം ഗവർണറായി തിരിച്ചു വരുമ്പോൾ 80 കഴിയും, പിന്നെ ആരും മത്സരിക്കില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് യങ്ങായല്ല, ഒരു 60കളിലൊക്കെ ഗവർണറായി പോകുമ്പോൾ 6 വർഷം കഴിയുമ്പോഴും അവർക്ക് പിന്നെ അവരെന്ത് ചെയ്യാനാണ്? അവർക്ക് പൊതുപ്രവർത്തനം അല്ലാതെ വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഗവർണറായിട്ട് കണ്ടിന്യൂ ചെയ്യുമെങ്കിലും ഓക്കെ. ഇപ്പോൾ ശ്രീധരൻപിള്ള സാറ്, അദ്ദേഹത്തിന് ഇപ്പോഴും പൊതുപ്രവർത്തനം നടത്താനുള്ള ശേഷിയുമുണ്ട്, സമയമുണ്ട്, അതിനുള്ള ദൈവം സഹായിച്ചിട്ട് ആരോഗ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹം മറ്റു ചില മേഖലകൾ, ഇപ്പം അദ്ദേഹമായതുകൊണ്ട് മറ്റു പല മേഖലകളിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഗവർണർ സ്ഥാനത്ത് പോയി തിരിച്ചു വന്ന് മത്സരിച്ചുള്ള രാജേട്ടനായിരുന്നു. രാജേട്ടൻ ഗവർണർ പദവി പൂർത്തിയാക്കിയിട്ടില്ല, അദ്ദേഹം രാജിവെച്ച് വന്നതാണ്. അത് പാർട്ടിയുടെ ആവശ്യപ്പെടുക, കാരണം രാജേട്ടൻ തിരിച്ചു വരണമെന്നുള്ളത് പാർട്ടിയുടെ മുഴുവൻ ആവശ്യമായിരുന്നു. കേരളത്തിൽ അദ്ദേഹം വേണമെന്നുള്ളത് നമ്മുടെ റിക്വസ്റ്റ് ആയിരുന്നു. അത് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഗവർണർ പോസ്റ്റ് രാജിവെച്ചത്. അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അദ്ദേഹം മാത്രമാണ് അങ്ങനെയുള്ളത്. ബാക്കി എല്ലാവരും പിന്നെ യങ്ങാണെങ്കിൽ ചെയ്യും. അതെ, അല്ല, അത് എൻ്റെ ഒരു അഭംഗി ഇതാണ്. ഒരു MLA ആകുക, ഗവർണറായിരുന്ന ആൾ
MLA അത് കറക്റ്റാണ്. അതായത് ഗവർണർ എന്നുള്ളത് നമ്മുടെ ഭരണഘടന പ്രകാരം പ്രോട്ടോക്കോൾ അനുസരിച്ച് 3ാമത്തെയോ 4ാമത്തെയോ വ്യക്തിയാണ്. ആ പോസ്റ്റിലിരുന്ന ആൾ പിന്നെ ഒരു സാധാരണ MLA ആയിട്ട് വരുന്നതിലുള്ള അഭംഗിയ അനുചിത്യമുണ്ട്. പക്ഷേ ഇതൊക്കെ സാഹചര്യങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. അവൾ തെറ്റൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഈ KG മാരാറൊക്കെയുള്ള സമയം തൊട്ട് പത്രപ്രവർത്തനം തുടങ്ങിയിട്ടുള്ള ഒരാളാണ് ഈ അളകാവേലിയിൽ തന്നെ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫീലാണത് വെച്ചാൽ ഇപ്പം ആ പീരീഡിലുണ്ടായിരുന്ന നേതാക്കന്മാർ, ഇപ്പോൾ ഇവിടെ PP മുകുന്ദന്മാരെയുള്ള ഒരു കാലത്തുണ്ടായിരുന്ന ഒരു നേതാക്കന്മാരുടെ ഒരു മാസ് അപ്പീൽ ഇപ്പോഴത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടിയെ കൊണ്ടു നടക്കുന്നവർക്ക് ഉണ്ടാകുന്നില്ല. കാരണം അന്ന് പാർട്ടി വളരെ ദുർബലമായിരുന്ന കാലത്ത് പോലും അവരുടെ ഔട്ട്റീച്ച് ഭയങ്കരമായിരുന്നു. അപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്, എന്നാലും ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് വലിയൊരു ലയബിലിറ്റി അല്ലേ ശരിക്കും? കാലഘട്ടത്തിൻ്റെ മാറ്റത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ മാറാജായാലും ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ റീച്ച് എന്ന് പറയുന്നത് വ്യക്തിപരമായിരുന്നു, ആളുകളുടെ വ്യക്തിപരമാണ്. ഇന്നത്തെ റീച്ച് നാം ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ലൈക്കാണ് ഇന്നത്തെ റീച്ച്. നമ്മുടെ ഈ ബഹുജന സമ്പർക്കം എവിടെയാണ്? നാം വലിയ മാസ് അപ്പീൽ ഉണ്ടെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിൻ്റെയും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെയും അതിന് കിട്ടുന്ന അപ്പീലിൻ്റെയും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, രാഷ്ട്രീയ സംസ്കാരം മാറുന്നു, രീതി മാറി, തലമുറകൾ മാറി. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകളിപ്പോൾ എത്ര പേരിപ്പോൾ വാർത്ത കാണുന്നുണ്ട്, എത്ര പേര് പത്രം വായിക്കുന്നുണ്ട്? ഇന്ന് പത്രം വായിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകന്മാർ മാത്രമാണ്. വേറെ ആരും പത്രം വായിക്കുന്നത്? പിന്നെ നിർവാഹമില്ലാത്തതുകൊണ്ട് പത്രം ഇങ്ങനെ അടിക്കുന്നുള്ളൂ. വളരെ വളരെ കുറവാണ് പത്രം വായന. കാരണം അവർക്ക് ഇൻസ്റ്റൻ്റായിട്ട് വാർത്തകൾ കിട്ടുകയാണ്. പത്രത്തിൻ്റെ പ്രത്യേകത, പത്രത്തിൽ വരുന്ന വാർത്ത ഒരു ലേഖകൻ പലവട്ടം ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ മിനിമം അദ്ദേഹത്തിനെങ്കിലും ആ വാർത്ത സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടൊരു വാർത്ത മാത്രമേ അദ്ദേഹം കൊടുക്കുള്ളൂ. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് പത്രവാർത്തക്കൊരു വിശ്വാസ്യതയുണ്ട്. ഇന്ന് ചാനലിൽ ബ്രേക്കിംഗ് വാർത്ത കൊടുക്കാൻ വേണ്ടി ആ റിപ്പോർട്ടർ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊന്നും ആലോചിക്കാതെ അതങ്ങ് കൊടുക്കുകയാണ്. പിന്നെയാണ് അത് തെറ്റായ വാർത്തയാണെന്നറിയും. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും വളരെ പെട്ടെന്ന് കൊടുക്കുന്ന വാർത്തയാണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ നമ്മളൊരു 1000 പേരുടെ ഒരു പൊതുയോഗത്തിൽ നാം പ്രസംഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകത എൻ്റെ ഒരു ലൈവ് പ്രോഗ്രാം അതിനൊരു 10K ലൈക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഓക്കെ, എനിക്ക് അതിൽ അനുബന്ധമായിട്ട് ചോദിക്കാനുള്ളത് വെച്ചാൽ 2000-ന് മുൻപേ, അതായത് 90-കളിൽ 2000 വരെയുള്ള ഒരു പീരീഡിൽ BJPയുടെ ഗ്രോത്ത്, ആ ഗ്രോത്ത് നമ്മളെപ്പോഴും വോട്ടിൻ്റെ ശതമാനത്തിലാണ് നമ്മൾ അളക്കാൻ ശ്രമിക്കുക. ഒരു 6% തൊട്ട് 10% വരെ. അതിനുശേഷം അത് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. 2006, 2010 വരുമ്പോഴേക്കും 10-ൻ്റെ ചുറ്റുവട്ടത്തിൽ ഒരു 15 ആകുമ്പോഴേക്കും വീണ്ടും അതൊരു 15, 16, 18 വരെയൊക്കെ പോയി. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംശയം, ഈ ഗ്രോത്തിൻ്റെ ശതമാനക്കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ പോസിറ്റീവാണോ? അത് കാരണം 2000-ൽ നിന്ന് നമ്മൾ 2025-ലേക്ക് വരുമ്പോഴേക്കും, ഇപ്പോൾ 26-ആണ്, 25-ൽ നമുക്കൊരു 18%, 17-ൻ്റെ പുറത്തുണ്ടായിരുന്നു. പക്ഷേ 26 തദ്ദേശം വന്നു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും 14-ലേക്ക്. അപ്പോൾ ഈ വോട്ടിൻ്റെ ഗ്രോത്ത്, അല്ല, വോട്ടിൻ്റെ ഗ്രോത്ത് ഓരോ സാഹചര്യവും കാലഘട്ടവും അനുസരിച്ചാണല്ലോ. വോട്ട് എന്ന് പറയുന്നത് BJPക്കൊരു കൃത്യമായിട്ടുള്ള വോട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സംഘടനാപരമായ, ഞങ്ങളുടെ ഹാർഡ് കോർ ആയിട്ടുള്ള വോട്ടാണ്. ഞങ്ങളുടെ കേഡർ വോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു 10%, 11%ഒക്കെയാണ് കേരളത്തിലുള്ളത്. 10-11%ഒക്കെയാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ നേരത്തെ BJPക്ക് 6% വോട്ട് കിട്ടുന്ന സമയത്തും 6% ഞങ്ങളുടെ കേഡർ വോട്ടല്ല. അതൊരു 3%, 4% ഉണ്ടാവുള്ളൂ. ബാക്കി 2% എന്നുള്ളത് എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ ആ കേഡർ വോട്ട് വർദ്ധിക്കുക എന്ന് പറയുന്നത് ക്രമാനുഗതമായിട്ടുള്ള വർധനവ് ഉണ്ടാകും. ഞങ്ങൾ ഒരു 25 വർഷം കൊണ്ട് ഒരു 11%, 12%ത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പരമാവധി ഒരു 15%ഒക്കെ മതി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേഡർ വോട്ട്. കാരണം കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇപ്പം തന്നെ ഞങ്ങൾ 20% വോട്ടിലേക്കൊക്കെ പറയുമ്പോൾ 7-8% വോട്ട് പൊതുസമൂഹത്തിൻ്റെ വോട്ടാണ്. അത് BJPയുടെ വോട്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. ഇന്നലെ BJP കിട്ടിയ നാളെ വേറൊരാൾക്ക് കിട്ടാം.
അപ്പം ഞങ്ങളെപ്പോഴും ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് പ്ലസ് വോട്ട് കിട്ടാൻ ഉള്ള പരിശ്രമമാണ് നടത്തുന്നത്. അത് കിട്ടിയാലേ BJP ജയിക്കുള്ളൂ. ഒരിക്കലും ഒരു പാർട്ടിയും കേഡർ വോട്ട് കൊണ്ട് ജയിക്കില്ല. കേഡർ വോട്ട് എന്നുള്ള ബേസ് വോട്ടാണ്. അത് BJPക്ക് തിരിച്ചടി ഉണ്ടാകുന്ന സമയത്തും പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോഴും ഞങ്ങൾ ഒരുപാട് പുറകിലേക്ക് പോവില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ കേഡർ വോട്ടുള്ളത് കൊണ്ട്. അതാണ് എനിക്ക് കേഡർ വോട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടൊരു തിരഞ്ഞെടുപ്പാണ്. അപ്പോഴും 11% വേറെ വോട്ട് BJPക്ക് ഉണ്ട്. ഞങ്ങളുടെ കേഡർ വോട്ടാണ്, അതെങ്ങോട്ടും പോവില്ല, അത് പാർട്ടി വോട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്കൊരു 25% വോട്ടെങ്കിലും കിട്ടണം. കേഡർ വോട്ടിന് പുറമെ പുറത്ത് കേഡർ വോട്ട് അതായത് ഇപ്പം എന്ന് പറയാൻ ഒരു 12% കൂടെ ഒരു 13% വോട്ട് കൂടി ഞങ്ങൾക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നൊരു ഇപ്പോൾ കേരളത്തിൽ ഈക്വൽ ട്രയാങ്കുലർ ഫൈറ്റ് നടന്നാൽ ഒരു 30% വോട്ട് കിട്ടുന്ന പാർട്ടിയാണ് ജയിക്കുക. ഇപ്പം 40% ഇവർക്കുള്ളത്. അതൊരു ത്രികോണമല്ല. ഇപ്പോൾ BJP എത്രത്തോളം വോട്ട് വർദ്ധിപ്പിക്കുന്നു അതനുസരിച്ചാണല്ലോ ട്രയാങ്കുലർ ഫൈറ്റ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലൊരു ഈക്വൽ ട്രയാങ്കുലർ ഫൈറ്റിൽ ഒരു 30% വോട്ടൊക്കെ കിട്ടിയാൽ പാർട്ടി കേരളത്തിൽ BJPക്ക് ഭരിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് അത് പ്ലസ് ആയിട്ട് വരേണ്ടതാണ്. അത് അംബീഷ്യസ് ആണോ ഈ 11-ൽ നിന്ന് 30-ലേക്കുള്ള യാത്ര? അല്ല, ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. അംബീഷ്യസ് ആണോ എന്ന് പറഞ്ഞാൽ ഞങ്ങളതിനുള്ള പല വഴിക്ക് പരിശ്രമം നടത്തുകയാണ്. കിട്ടാതിരിക്കാം, അത് വേറെ കാര്യം. പക്ഷേ ഞങ്ങളൊരു ടാർഗറ്റ് അതാണ്. ആ ടാർഗറ്റിലേക്കുള്ള ഒരു ഇതാണ്. കാരണം നമ്മളൊരിക്കലും ചില ടാർഗറ്റുകൾ നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോൾ അതൊരു അതിര് കടന്നതാണെന്ന് തോന്നിയേക്കാം. ഇപ്പോൾ 2014 നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തെ ഡിക്ലെയർ ചെയ്യുന്ന നാഷണൽ കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് വരെയുള്ള എല്ലാ നേതാക്കന്മാരുടെയും ചിന്തയും പുറത്തും BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് നമ്മുടെ ടാർഗറ്റ് സിംഗിൾ ലാർജസ്റ്റ് അല്ല, 270+ ആണ് നമ്മുടെ ടാർഗറ്റ്. അന്നത് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ തോന്നുന്നത് ഒരു അംബീഷ്യസ് അല്ലേ അന്നത്തെ സാഹചര്യത്തിൽ. കാരണം എത്രയോ കാലമായിട്ട് ഒറ്റ പാർട്ടിക്കും കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധിക്കാത്ത നമ്മുടെ മൊത്തം നാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു മുന്നണി രാഷ്ട്രീയത്തിലേക്കൊക്കെ മാറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് 220 സീറ്റ് കിട്ടുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആ നിലപാട് കോൺസ്റ്റൻ്റായിട്ട് നിന്നു. ആ കോൺസ്റ്റൻ്റായിട്ട് നിന്നതിൻ്റെ കൂടി ഫലമാണ് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന കൂടെയാണ്. അപ്പോൾ 25% വോട്ട് എന്നുള്ളത് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ 14%, കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴും സെൻട്രൽ പാർട്ടി അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വോട്ട് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അത് മാറ്റണമെന്നല്ല. ഇപ്പോഴും അവരുടെ ടാർഗറ്റ് 25% വോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ടാർഗറ്റ് തരാണ്. ഓക്കെ. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ തന്നെയാണ് ഗ്രോ ചെയ്യാൻ ശ്രമിക്കുന്നതും. കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ഒരു അതിൻ്റെ ഒരു ബലാബലമുണ്ട് കേരളത്തിൽ നിൽക്കുന്നു. അതിൽ ഒരു പക്ഷേ BJPക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയി വരാവുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു 45%-അടുത്തുള്ള ന്യൂനപക്ഷ സമുദായം, ക്രിസ്ത്യൻ, മുസ്ലിം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്റീച്ച്, അതായത് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്യേണ്ടതുണ്ട്, നിലപാടുകളുണ്ട്, പോളിസി ഉണ്ട്, ആശയം. അപ്പം ഈ ഔട്ട്റീച്ച് ചലഞ്ചിങ് അല്ലേ BJPക്ക്? ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കലാണല്ലോ പാർട്ടി ചെയ്യുന്നത്. ഓക്കെ, അതെ, നമുക്കതിന് റിസൾട്ട് വേണം. റിസൾട്ട് വരും. കാരണം എന്തിനാണ് ഔട്ട്റീച്ച് എന്ന് പറയുന്നത്? വോട്ട് വാങ്ങാനല്ല, എതിർപ്പ് കുറക്കാനാണ്. എന്താണ് ഔട്ട്റീച്ചിൻ്റെ റിസൾട്ട്? BJP തോൽപ്പിക്കപ്പെടേണ്ട ഒരു പാർട്ടിയാണെന്നുള്ള ബോധ്യം കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മനസ്സിൽ BJP തോൽപ്പിക്കപ്പെടേണ്ട ഒരു പാർട്ടിയാണെന്ന് ചിന്താഗതിയില്ല. ക്രിസ്ത്യൻ സമൂഹം ഒരുപക്ഷെ വോട്ട് ചെയ്യുന്ന കുറവായിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ അനുഭവം, ഞങ്ങൾക്ക് വിന്നബിലിറ്റിയുള്ള എല്ലാ സ്ഥലങ്ങളും ക്രിസ്ത്യൻ സമൂഹം BJP കൂട്ടിയിട്ടുണ്ട്. അവരവരുടെ വോട്ട് പാഴാക്കില്ല. പക്ഷേ BJP ആണ് ജയിക്കുക എന്ന് തോന്നൽ വന്നാൽ അവർക്ക് മറ്റു പാർട്ടികളെക്കാൾ BJP സ്വീകാര്യമാണ്. കാരണം ലോക്കലായിട്ട് ഇടപെടലുകൾ അങ്ങനെയാണ്. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങൾ ധാരാളം സീറ്റിൽ മത്സരിച്ചു, ധാരാളം സീറ്റ് ജയിക്കുകയും ചെയ്തു. ആ ജയിച്ച സ്ഥലത്തൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഭൂരിപക്ഷമുള്ള സഹായത്തിന്, ഞാൻ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ജയിച്ചതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഭൂരിപക്ഷമുള്ള ധാരാളം വാർഡുകൾ BJP ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ സ്ഥാനാർത്ഥിക്ക് ആ സമൂഹമായിട്ടുള്ള ബന്ധം, പിന്നെ BJP ആണ് ജയിക്കുക എന്നുള്ള തോന്നൽ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിലെപ്പോഴും BJPയോട് പണ്ടുള്ള വിരോധവും എതിർപ്പും ഒന്നും ഇപ്പോൾ
ന്യൂനപക്ഷ സമൂഹങ്ങൾക്കില്ല. ഞങ്ങൾ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ആളുകളുമായി സംസാരിച്ച് വ്യക്തിപരമായ സൗഹൃദം സ്ഥാപിച്ച് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അപ്പോഴും കുറേ തെറ്റിദ്ധാരണകളും ആശങ്കകളൊക്കെ ഉണ്ടാവാം. രമേശ് പറയുന്നിടത്ത് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ റെഫറൻസാണ് പ്രധാനമായിട്ടും കടന്നു വരുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ടുള്ള പാർട്ടിയുടെ ഇടപെടൽ സ്വാധീനം എന്താണ് കേരളത്തിൽ? അല്ല, ഞാൻ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹമാണ്. പക്ഷേ കുറച്ചുകൂടി റീച്ചബിൾ ആയിട്ടുള്ളത് ക്രിസ്ത്യൻ സമൂഹമാണ്. സൈമൾട്ടേനിയസ്ലി ഞങ്ങൾ മറ്റത് ശ്രമിക്കുന്നത്. പക്ഷേ റിസൾട്ട് ആദ്യം വരിക ക്രിസ്ത്യൻ സമൂഹത്തിൽ. മുസ്ലിം സമൂഹത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് റിസൾട്ട് വരില്ല. പക്ഷേ ഇപ്പോഴൊരു ഇതുള്ളത്, ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ ധാരാളം മുസ്ലിം സഹോദരന്മാർ BJP-യിലേക്ക് വരുന്നു. അതൊരു പുതിയതാണ്. കാരണം സാധാരണ ലീഗ് വിട്ടാൽ നേരെ CPM-ലേക്ക് പോകാനുള്ള പ്രവണത. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ലീഗ് വിട്ടാൽ അവർ CPM-നേക്കാൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് BJP-യാണ്. ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഹജ്ജ് തീർത്ഥാടനത്തിന് പോയിട്ടുള്ള ആളുകൾക്ക് ഒരു ലെറ്റർ അയക്കുന്നൊരു പ്രോഗ്രാം ഞങ്ങൾ ആരംഭിച്ചിരുന്നു. ഒന്നുമില്ല അവർക്ക്, കാരണം ധാരാളം സൗകര്യങ്ങളും സഹായങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി സുതാര്യമായിട്ടുണ്ട് ഹജ്ജ് തീർത്ഥാടനം, അഴിമതി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഹാജിമാരുണ്ട് തീർത്ഥാടനം, അവർക്കൊക്കെ വ്യക്തിപരമായ ഒരു ലെറ്റർ അയക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അത് ഞങ്ങൾ അയച്ചിരുന്നു. അതിനൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന മറുപടി, ആ റെസ്പോൺസ് വളരെ പോസിറ്റീവാണ്. അവരൊക്കെ വെച്ചാൽ ചെയ്ത കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്നു, ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവും. അപ്പോൾ അത് ഞങ്ങൾക്ക് ആ സമൂഹത്തിനിടയിലേക്ക് പോകാനുള്ള മാർഗ്ഗമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് BJP ഒരു ഇലക്ട്രൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നേട്ടമുണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ BJPക്ക് ഒരു 10-20 MLA-മാരുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഈ സാഹചര്യം എല്ലാം മാറും. മുസ്ലിം കമ്മ്യൂണിറ്റിയും ഞങ്ങളുടെ കൂടെ വരും, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടെ വരും.